Good morning. Good morning. Yes, good morning. താമസാണ് എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പല്ലേ കേട്ടോ നമ്മൾ ക്ലാസ് കട്ടായി പോയത്. ലാസ്റ്റ് വീക്ക് അല്ലല്ലോ, അതിന് മുമ്പത്തെ വീക്ക് അല്ലേ? അപ്പൊ ആ വീക്കിൽ ഏത് സബ്ജക്ട് എടുത്തത്? അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുവായിരുന്നു? ഏത് സബ്ജക്റ്റാണ് ആ വീക്കിൽ എടുത്തത്? Physics. ആ, അപ്പൊ ട്യൂസ്ഡേ തന്നെ ഉണ്ടായിരുന്നോ ഫിസിക്സ്? ട്യൂസ്ഡേ മുതലുണ്ടായിരുന്നോ? അപ്പൊ ക്ലാസ് ഒന്നും കട്ടായിട്ടില്ലേ? നന്നായി. അപ്പൊ ശരിക്കും ഈ വീക്ക് അപ്പൊ ഫിസിക്സ് ആയിരിക്കും വരേണ്ടത്, അതുകൊണ്ടായിരിക്കും കെമിസ്ട്രി വന്നത്. ഒരു എമർജൻസി വന്നതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അപ്പോൾ ക്ലാസ് എടുക്കാനുള്ള ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്താണ് ക്ലാസ് ടൈം. അപ്പൊ നമ്മള് ചാപ്റ്റർ 6 ആണ് തുടങ്ങി വെച്ചത്. എന്ത് പറ്റി? വേറെ ആരും കാണില്ലല്ലോ, ആരും ഉഷാറല്ലേ? വീഡിയോസ് ഒക്കെ ഓൺ അല്ല? എല്ലാവരുടെയും ഓൺ ആണോ വീഡിയോസ് ഒക്കെ? സോ ചാപ്റ്റർ 6 ആണ് നമ്മൾ തുടങ്ങി വെച്ചത്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് കാർബണിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. കാർബണിന്റെ ആ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് കാർബൺ ഇത്രയും അധികം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. നമ്മൾ കുറെ കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 10,000, C10,000, C100, C1000, അത്രയും കാർബണുള്ള കോമ്പൗണ്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കുറെ കാർബണുള്ള കോമ്പൗണ്ട്സ് ഒക്കെ വരാൻ ചാൻസുകൾ ഉണ്ട് ഇതിന്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്തരം കോമ്പൗണ്ട്സ് ഒന്നുമല്ല, കുറെ കോമ്പൗണ്ട്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിലുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല സബ്സ്റ്റൻസുകളും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പേപ്പർ, അതുപോലത്തെ കുറെ ഒബ്ജക്ട്സ്, നമ്മുടെ ക്ലോത്ത്, ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മിക്ക നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പല ഒബ്ജക്ട്സും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ചാപ്റ്ററിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. മെഡിസിൻസ്, ഡൈസ്, അതുപോലത്തെ കുറെ ഒബ്ജക്ട്സ് എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ നമ്മൾ 2 പോയിന്റ്സ് പഠിച്ചായിരുന്നു. വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർമ്മയുണ്ടോ ആരെങ്കിലും? ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കാലോ ഒന്ന്. അഫിൻ, പറയാൻ പറ്റോ? വൈ കാർബൺ കോമ്പൗണ്ട്സ്, വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, സോ മച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കുഴപ്പമില്ല, നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നൂലോ. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നല്ല, ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ദിവസം മുതലുണ്ടാവും. സ്വാലിഹ, പറയാൻ പറ്റുമോ? വൈ കാർബൺ ഫോംസ് സോ മച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ്, സോ മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ്. Carbon is a hydrocarbon. It has a valency of. അതൊന്നും അല്ലല്ലോ. സഹറ, അറിയില്ല സർ. ആര് പറയും? വില്ലിംഗ് ആയിട്ട് ആര് പറയും? പറഞ്ഞോ. Because of carbon's catenation ability. Okay, very high ability for catenation. ഒരു പോയിന്റ് ആണ്. Then അടുത്തതോ? Carbon has the ability to form many carbon bonds. Different types of bonds. Many carbon bonds എന്നല്ല, different types of bonds. 2 റീസൺസ് ആണ് മെയിൻലി വന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. കാറ്റനേഷനുള്ള ഹൈ എബിലിറ്റി. ഈ കാറ്റനേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് എന്താണെന്ന്. കാറ്റനേഷൻ എന്ന് പറഞ്ഞത് സെയിം എലമെന്റ്സ് തമ്മിൽ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ആണ്. എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം ആറ്റം ബോണ്ട്. രണ്ട് ആറ്റം തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാറ്റനേഷൻ. അത് കാർബണിന്റെ മാത്രമല്ല കേട്ടോ, എല്ലാ കോമ്പൗണ്ട്സിനും എല്ലാ എലമെന്റ്സിനും നമുക്ക് കാറ്റനേഷൻ ഉണ്ട്. ഇപ്പൊ ഓക്സിജന് കാറ്റനേഷൻ ഉണ്ട്. ഓക്സിജന്റെ കാറ്റനേഷൻ ആണ് 2 ഓക്സിജൻ തമ്മിൽ ഫോം ചെയ്തിട്ട് O2 ഉണ്ടാവില്ല. O3 ഉണ്ടാവില്ല. 3 ഓക്സിജൻ തമ്മിൽ ഫോം ചെയ്തിട്ട് O3 ഉണ്ടാവില്ല. ഓക്സിജന്റെ കാറ്റനേഷൻ ആണ്. ഇതുപോലെ നമ്മൾ 2-3 എക്സാമ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഹൈഡ്രജന്റെ കാറ്റനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് H2 ഉണ്ടാവേണ്ടതാണ് ഹൈഡ്രജന്റെ കാറ്റനേഷൻ. ഓക്കെ, ഇപ്പോ ഹൈഡ്രജൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈഡ്രജന്റെ കാറ്റനേഷന്റെ എബിലിറ്റി കുറവാണ്. ഹൈഡ്രജന്റെ കാറ്റനേഷൻ എബിലിറ്റി കുറവായതുകൊണ്ട് 2 ഹൈഡ്രജൻ ആണ് മാക്സിമം
ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓക്സിജന്റെ കേസ് ആണെങ്കിൽ 2 ഓക്സിജൻ ആണ് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് O2 ഉണ്ടാവുന്നത്. ഓക്സിജന്റെ കഴിവും കുറവാണ്, കാറ്റിനേഷന്റെ എബിലിറ്റി കുറവാണ്. അപ്പൊ കാറ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, 2 എലമെന്റ്സ്, 2ഓ അതിൽ കൂടുതൽ എലമെന്റ്സ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. സെയിം ബോണ്ട് കേട്ടോ, സെയിം എലമെന്റ്സ്. ഹൈഡ്രജൻ ആണെങ്കിൽ 2 സെയിം ഹൈഡ്രജൻ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി കാറ്റിനേഷൻ. ഓക്സിജൻ ആണെങ്കിൽ 2 ഓക്സിജൻ, 2ഓ അതിൽ കൂടുതൽ ഓക്സിജനോ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് കാറ്റിനേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേണ്ടതാണ് വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റിനേഷൻ. കാറ്റിനേഷനുള്ള എബിലിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കുറെ അധികം എലമെന്റ്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? ആരുടെ കേസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കാർബണിന്റെ കേസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാർബണിന്റെ കേസിൽ കാർബണിന് മെനി കാർബൺസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മെനി കാർബൺ എന്ന് പറഞ്ഞാൽ 1, 2 അല്ല, മെനി കാർബൺ ആറ്റംസ്, ഇഷ്ടംപോലെ കാർബൺ ആറ്റംസ് തമ്മിൽ കാർബൺ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലാണ്. അതാണ് വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ വേണമെങ്കിൽ നിങ്ങൾ കാറ്റിനേഷൻ എന്താണെന്ന് എഴുതി വെച്ചോ, കാറ്റിനേഷൻ എന്താണെന്ന് എഴുതി വെച്ചോ. അത് ടെക്സ്റ്റ് ബുക്കിൽ, നോട്ട്ബുക്കിൽ എന്തൊക്കെ നമ്മൾ എഴുതിയായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ? ആ കൂട്ടത്തിലെ കാറ്റിനേഷൻ എന്താണെന്ന് എഴുതിയോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാറ്റിനേഷൻ എന്ന് പറയുന്നത് 2 എലമെന്റ്സ്, 2 or more എലമെന്റ്സ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ്. 2 or more എലമെന്റ്സ്. ഇപ്പോൾ നമ്മൾ O3യുടെ കേസ് കണ്ടു, 3 ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഇത് ഓക്സിജന്റെ എബിലിറ്റി ആണ് കേട്ടോ. ഇവിടെ ഓക്സിജന്റെ എബിലിറ്റി കുറവാണ്, 2 ഓക്സിജനാണ് മാക്സിമം വരുള്ളൂ. ഇവിടെ 3 ഓക്സിജൻ വരും, 3 ഓക്സിജൻ. അപ്പൊ ഓക്സിജന്റെ കാറ്റിനേഷന്റെ എബിലിറ്റി കൂടിയത് തന്നെ. കാറ്റിനേഷൻ എന്ന് പറയുന്നത് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ്. അതിൽ തന്നെ 2 പേര് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാം, 3 പേര് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാം. അപ്പൊ എബിലിറ്റി കൂടുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ ഓക്സിജന്റെ എബിലിറ്റി കൂടുതലാണ് അതിന്റെ മീനിങ്. കാർബണിന്റെ കേസിൽ കാർബൺ വേണമെങ്കിൽ 2 കാർബണിന്റെ ബോണ്ട് ഫോം ചെയ്യാം, 3 കാർബണിന്റെ ബോണ്ട് ഫോം ചെയ്യാം, 4 കാർബണിന്റെ ബോണ്ട് ഫോം ചെയ്യാം, 5, 6, 7 എത്ര കാർബണിന്റെ ബോണ്ട് ഫോം വേണമെങ്കിലും ഫോം ചെയ്യാം. അതാണ് വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ സൾഫർ വേറൊരു എക്സാമ്പിൾ ആണ്. സൾഫറിന് 6 സൾഫർ വരെ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ സൾഫറിന്റെ കാറ്റിനേഷൻ എബിലിറ്റി 6 വരെയാണ്. കാർബണിന്റെ മെയിനിയാണ് കേട്ടോ, എന്റെ മുകളിലോട്ടുണ്ട്. ഇത് എന്താണ് കാറ്റിനേഷൻ എന്ന് ചോദിക്കില്ല കേട്ടോ എക്സാമിന്. പക്ഷെ 2 പോയിന്റ്സിന്റെ ഒരു നോളജ് മാത്രം മതി നിങ്ങൾക്ക്. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റിനേഷനും ആൻഡ് സെക്കൻഡ് വൺ എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം കാർബണിന്. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബൺസ് പഠിച്ചു. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഹൈഡ്രോ കാർബൺസിൽ 2 ഡിവിഷൻസ് പഠിച്ചു. ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. അൺസാച്ചുറേറ്റഡ്, സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡിൽ അണ്ടറിൽ തന്നെ കോമ്പൗണ്ട്സ് ആണ്. അൺസാച്ചുറേറ്റഡിൽ വന്നത് ഏതാണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഓക്കെ. സാച്ചുറേറ്റഡിൽ വന്നതോ? Single bond. സിംഗിൾ ബോണ്ട്. തെറ്റിച്ച് കളയരുത് കേട്ടോ, ഇത് തിരിഞ്ഞും പോകരുത്. ഇപ്പൊ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിന്റെ പേരാണ് ആൽക്കെയിൻസ്. ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിന്റെ പേരാണ് ആൽക്കീൻസ്, ENE വരും. ദെൻ ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസിന്റെ പേരാണ് ആൽക്കൈൻസ്, YNE വരും. ദെൻ അവരുടെ നമ്മൾ ജനറൽ ഫോമുല പഠിച്ചു. ആൽക്കെയിൻസ് ആണെങ്കിൽ, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവരുടെ ഫോമുല ഒന്ന് പറഞ്ഞ ആരെങ്കിലും? അൽഹ എന്ന് പറഞ്ഞ അൽഹ. CN H2N+2. H2N+2. ആൽക്കെയിൻസ് ആണെങ്കിൽ അവരുടെ ജനറൽ ഫോമുല CnH2n+2 ആണ്. ഈ ജനറൽ ഫോമുല എന്ന് പറയുന്നത് നമ്മൾ അരിത്തമെറ്റിക് ഫോമുല പോലെയാണ്. എത്രാമത്തെ ടൈം വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ N=1 കൊടുക്കണം. N=1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. ആൽക്കെയിൻസിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ C1 H2 × 1 + 2 നമുക്ക് CH4 എന്ന് കിട്ടും. ആൽക്കെയിൻസിലെ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ്, ഫസ്റ്റ് എലമെന്റ് ആണ്. N=2 ആണെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് കിട്ടും.
n is equal to 5 ആണെങ്കിൽ ഫിഫ്ത്ത് എലമെന്റ് കിട്ടും. ഇതൊരു സീരീസ് ആണെന്ന് പറഞ്ഞു നമ്മള്. ആ സീരീസിന്റെ ഒരു പേരുണ്ട്. ആ പേരെന്തായിരുന്നു? ഹോമോലോഗസ് സീരീസ്. ഞാൻ ഇത് പിന്നെ പറയണത് ഗ്യാപ്പ് ഒന്നുകൊണ്ടാണ് കേട്ടോ. ഹോമോലോഗസ് സീരീസ്, ആ സീരീസിന് ഒരു പേരുണ്ട്. ആ സീരീസിൽ പല ടൈപ്പ് സീരീസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സീരീസ് ആണ് ആൽക്കീൻസ്, രണ്ടാമത്തെ സീരീസ് ആണ് ആൽക്കീൻസ്, മൂന്നാമത്തെ സീരീസ് ആണ് ആൽക്കൈൻസ്. ഇത് മൂന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസുകളാണ്. ഇതിൽ ഫസ്റ്റ് സീരീസ് സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ സീരീസ് ആണ്. സെക്കൻഡ് സീരീസ് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ സീരീസ് ആണ്. ദെൻ മൂന്നാമത്തത് ആൽക്കൈൻസ്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ ഉണ്ടാവും കേട്ടോ. ഈ ആൽക്കീൻസ്, ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? ആൽക്കീൻസ് CnH2n ആണ് ആൽക്കീൻസിന്റെ ഫോർമുല. സിമിലർലി നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാം, തേർഡ് ടൈം കണ്ടുപിടിക്കാം. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ആൽക്കീൻസിന്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ടോ? ആൽക്കീൻസിൽ ഫസ്റ്റ് ടൈം ഉണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാ? വൈ? അവർ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണ്, അതൊക്കെ റീസൺ ആണ്. പക്ഷെ അതിന്റെ എക്സാക്ട് റീസൺ എന്താണ്? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സപ്പോസ് n is equal to 1 എടുത്തു, നിങ്ങൾ കണ്ടോ? കാണിച്ചു തരാം. n is equal to 1 ഞാൻ എടുത്തു. n is equal to 1 എടുക്കുമ്പോൾ എനിക്ക് കോമ്പൗണ്ട് C1H2 into 1 കിട്ടും. എന്ന് പറഞ്ഞാൽ CH2 എന്ന് കിട്ടും. ഈ CH2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് നമുക്ക് ഇതിൽ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റും. CH2 ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി. ഡബിൾ ബോണ്ട് വരയ്ക്കണമെങ്കിൽ എത്ര കാർബൺ ആറ്റം വേണം? 2 വേണ്ടേ? അല്ലേ? ഡബിൾ ബോണ്ട് വരയ്ക്കണമെങ്കിൽ നോക്കി 2 കാർബൺ ആറ്റം വേണ്ടേ? എന്നാലേ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. സിംഗിൾ കാർബൺ ആറ്റം ആണെങ്കിൽ അതിൽ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇല്ല. അതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് എലമെന്റ് ഇല്ല. ആൽക്കീൻസിന്റെ കേസിൽ ഫസ്റ്റ് എലമെന്റ് ഇല്ല. സെക്കൻഡ് എലമെന്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നാലും ഡബിൾ ബോണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് സീരീസ് ആൽക്കൈൻസ്, ട്രിപ്പിൾ ബോണ്ട് ഹൈഡ്രോകാർബൺസ്. അവരുടെ ഫോർമുല എങ്ങനെയാണ്? CnH2n -2. എളുപ്പത്തിന് പഠിക്കാം. ആൽക്കൈൻസ് ആണെങ്കിൽ +2, ആൽക്കീൻസ് ആണെങ്കിൽ +2 ഇല്ല, ആൽക്കൈൻസ് ആണെങ്കിൽ -2, 2n -2. ഇതിലും നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് സീരീസ് മുതൽ കണ്ടുപിടിക്കാം. എത്രാമത്തെ സീരീസ് വരെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞത്. ഓക്കെ. സോ ഇതിന് മുമ്പ് ഇതിന് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. കാർബണിന്റെ വാലൻസി എത്രയാണ്? കാർബണിന്റെ വാലൻസി 4. വാലൻസി ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു 4 ആണ്. ഈ വാലൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ഇനി അതിലേക്ക് വരാം. എന്താണ് വാലൻസി? കാർബണിന്റെ വാലൻസി 4 എന്ന് പറയും. ഈ 4 വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ. എന്തിനു വേണ്ടി? എന്തിനാ അക്സെപ്റ്റ് ചെയ്യണത്? എന്തിനാ ഡൊണേറ്റ് ചെയ്യണത്? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോൺസ് വേണം? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസ് വേണം? ജസ്റ്റ് ആ നമ്പർ മാത്രമാണ് വാലൻസി. എത്ര ഇലക്ട്രോൺസ് വേണം ടു അറ്റൈൻ സ്റ്റെബിലിറ്റി? ടു ബി സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസിന് വേണം? ഇനി സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യണം? സ്റ്റേബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? അതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലേ പഠിച്ചു വരുന്നതാണ് കേട്ടോ. എന്താണ് ഒരു എലമെന്റ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഒരു മിനിറ്റ്, ഒരാൾ ഫാത്തിമ ഇസ്മായിൽ പറഞ്ഞു. ലാസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസിന്റെ കൺസെപ്റ്റ് തെറ്റാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ. അല്ലൈന, ഒക്ടറ്റ് ഫോം ചെയ്യണ ഒക്ടറ്റ് റൂള് നമുക്ക് ഇനി ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒക്ടറ്റ് റൂള് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഒക്ടറ്റ് റൂള് നമുക്ക് എല്ലാ കേസിലും പറയാൻ പറ്റില്ല. ആർക്കും ഓർമ്മയില്ല? നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഓർമ്മയുണ്ടോ? നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഓർമ്മയുണ്ടോ? ഒരു എലമെന്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ
ആ എലമെന്റിന്റെ ആരുടെ കോൺഫിഗറേഷൻ കിട്ടണം? ആരുടെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണം? നോബിൾ ഗ്യാസിന്റെ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണം. ഈ ഒക്ടറ്റ് റൂൾ ഒരു പരിധി വരെ ശരിയാണ് കേട്ടോ. നമുക്ക് എല്ലാ കേസിലും ഒക്ടറ്റ് റൂൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒക്ടറ്റ് റൂൾ ഞാൻ നിർബന്ധം പറയാത്ത പഠിക്കാം. ശരിക്കും കൺസെപ്റ്റ് ഇതാണ്. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റ് സ്റ്റേബിൾ ആണ്. അപ്പൊ കാർബണിന് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് നമ്പർ മാത്രമാണ് കേട്ടോ. 4 ഇലക്ട്രോൺസ് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, 4 ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, 4 ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഇങ്ങോട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് ഡൊണേറ്റ് ചെയ്യാം, 4 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാം, 4 ഇലക്ട്രോൺസിന് അക്സെപ്റ്റ് ചെയ്യാം, 4 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാം. ഇതിൽ ഡൊണേഷനും അക്സെപ്ഷനും നടക്കൂല കാർബണിന്റെ കേസിൽ. 4 എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ നമ്പർ ആണ്, നമ്മൾ പഠിച്ചായിരുന്നു. 4 വന്നു കഴിഞ്ഞാൽ ഷെയറിങ് നടക്കുള്ളൂ. 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാന്ന് പറയാം. 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാന്ന് പറയാം. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാന്ന് പറയാം. 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള കേസ് പറയാം. പക്ഷെ 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 ഇലക്ട്രോൺസിന്റെ ഡൊണേഷനും അക്സെപ്റ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ കേസിലും പോസിബിൾ ആണെന്നില്ല. അപ്പൊ അവിടെ മെയിൻലി നടക്കുന്നത് ഷെയറിംഗ് ആണ്, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് ബോണ്ട് ഫോം ചെയ്യും? എന്ത് ടൈപ്പ് ഓഫ് ബോണ്ട് ഫോം ചെയ്യും അവിടെ? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. രണ്ട് എലമെന്റ്സ് തമ്മിൽ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുവാണ്. അപ്പൊ ഇത് ബോണ്ട് ഫോം ചെയ്യുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല. കോവലന്റ് ബോണ്ട് 2 ടൈപ്പ് ഓഫ് ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും. അയോണിക് ബോണ്ട് ആണെങ്കിൽ ഡൊണേഷനും അക്സെപ്ഷനും കിട്ടുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അപ്പൊ ഇവിടെ കാർബണിന്റെ കേസിലുള്ള ബോണ്ട് കോവലന്റ് ബോണ്ടാണ്. കോവലന്റ് ബോണ്ടാണ് കാർബൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം കേട്ടോ. കാർബണിന്റെ വാലൻസി 4 ആണ്. നമ്മൾ പറഞ്ഞു കാർബൺ ഷെയർ ചെയ്യുള്ളൂ, ഇലക്ട്രോൺസിന്റെ ഡൊണേഷനും അക്സെപ്ഷനും ഒന്നുമില്ല, ഷെയറിംഗ് ആണ്. ഈ 4 വാലൻസ് നമ്മൾ കാണിക്കണം എങ്ങനെയാണെന്ന് 4 ആരോ മാർക്കും കൊണ്ടാണ്, 4 ഹൈഫൺ കൊണ്ടാണ്. ഈ ഹൈഫൺ ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു ബോണ്ട് കാണിക്കുന്നത് ഒരു കോവലന്റ് ബോണ്ടാണ് ഈ ഒരു ഹൈഫൺ കൊണ്ട് കാണിക്കുന്നത്. കോവലന്റ് ബോണ്ടിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതൊക്കെ അറിയാലോ. ഇപ്പൊ 2 ഇലക്ട്രോൺസ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, അതിന്റെ 2 എൻഡിലും ഒരു ഇലക്ട്രോൺ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ട്. 4 ബോണ്ട്സ് ഉണ്ട് കാർബണിന്. കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് കാർബണിന് 4 ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഈ ബോണ്ടുകളുടെ അറ്റത്ത് അതർ എൻഡില് ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഹൈഡ്രജൻ വരാം, വേറെ ഏതൊക്കെ എലിമെന്റ്സ് വരാം? ഇഷ്ടംപോലെ എലിമെന്റ്സ് ഉണ്ടല്ലോ. ഏതൊക്കെ എലിമെന്റ്സ് വേണമെങ്കിലും വരാം. ഓക്സിജൻ വരാം, ഈ നൈട്രജൻ വരാം, ആര് വേണമെങ്കിലും വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ആരുടെ കുറിച്ചാണ്? ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പൊ മെയിൻലി അവിടെ കാർബണും ഹൈഡ്രജനും ആണ് വരുന്നത്. പിന്നെ ചില സ്ഥലത്ത് ഓക്സിജൻ വരും, ചില സ്ഥലത്ത് നൈട്രജൻ വരും, ചില സ്ഥലത്ത് ഫ്ലോറിൻ വരും, ചില സ്ഥലത്ത് ക്ലോറിൻ വരും. അതൊക്കെ വരോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചില സ്ഥലത്ത് OH വരും, ചില സ്ഥലത്ത് COOH വരും. പല പല ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഈ ബോണ്ടിന്റെ സ്ഥലത്ത് ഹൈഡ്രജന് പകരം. പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടോ പറയണത്? ഓക്കെ, അപ്പൊ കാർബണിന്റെ വാലൻസി 4 ആണ്. വാലൻസി 4 എന്ന് പറഞ്ഞാൽ 4 കോവലന്റ് ബോണ്ട്സ് ഫോം ചെയ്യും. 4 കോവലന്റ് ബോണ്ട്സിൽ ഐദർ ഹൈഡ്രജൻ വരാം, ഓക്സിജൻ വരാം, നൈട്രജൻ വരാം, ഏത് എലമെന്റ്സ് വേണമെങ്കിലും വരാം ഹൈഡ്രജന്റെ സ്ഥലത്ത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കേസ്, ഇപ്പോ എല്ലാ സ്ഥലത്തും ഹൈഡ്രജനെ വരണമെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ഫോമുല എങ്ങനെ വരും? CH4 എന്ന് വരും. എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ ആണെങ്കിൽ CH4 എന്ന് വന്നു. ഇനി സപ്പോസ് ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. 4 ബോണ്ട് ഉണ്ട്. അതിൽ ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെ കാർബൺ വന്നു. ഇത്ര ഓക്കെ അല്ലേ? അവിടെ കാർബൺ വന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാർബണിനും 4 ബോണ്ട് ഇല്ലേ? ആലോചിച്ച് നോക്കുക. ഈ അതും കാർബൺ തന്നെയല്ലേ? ആ കാർബണിന്റെ വാലൻസി 4 തന്നെയല്ലേ? അപ്പൊ അതും 4 ബോണ്ട് ഫോം ചെയ്യണ്ടേ? ഓക്കെ, ആ 4 ബോണ്ടാണ് 4 ലൈൻ കൊണ്ട് ഞാൻ വരച്ചേക്കുന്നത്, 4 ഹൈഫൺ കൊണ്ട് വരച്ചേക്കുന്നത്. അതിൽ ഒരു ബോണ്ട് ഓൾറെഡി ഇവിടെ വന്നു ഉണ്ടാവും. ഈ ബോണ്ട് ഓൾറെഡി ഇവിടെ കഴിഞ്ഞു, ആ ബോണ്ടിന്റെ കേസ് അവിടെ കഴിഞ്ഞു. ബാക്കി 3 ബോണ്ട്സ് ഉണ്ട്.
ഇവിടെ മുകളിൽ ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്, താഴെ ഒരു ബോണ്ട് ഉണ്ട്. അവിടെ ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഹൈഡ്രജൻ വരാം, ഓക്സിജൻ വരാം, നൈട്രജൻ വരാം, ഏത് കേസ് വേണമെങ്കിലും വരാം. ഇനി കാർബൺ വേണമെങ്കിൽ വരാം. വേണമെങ്കിൽ ഇവിടെ കാർബൺ വന്നു, ഒരു കാർബൺ കൂടി ഇവിടെ വന്നു. അപ്പൊ ഈ കാർബണിന് എന്തുണ്ട്? വാലൻസി 4 ആണ്. ഇവിടെയും ഇങ്ങനെ വരും. ഇതാണ് കേട്ടോ കാറ്റനേഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് സെയിം എലമെന്റ്സ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്ന എബിലിറ്റി കാറ്റനേഷൻ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ, ഇനി വേണമെങ്കിൽ അവസാനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ വെച്ച് കാർബണിന് പകരം ഹൈഡ്രജൻ വന്നു, അപ്പൊ അവിടെ നിന്നു. മനസ്സിലാവണ്ട പറയുന്നത്? ഇനി ഇവിടെ ഹൈഡ്രജൻ അല്ല, ഇവിടെ കാർബൺ വന്നു വിചാരിക്കും. ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും, ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ വന്നു, അവിടെ സ്റ്റോപ്പ് ആയിട്ടോ. അവിടെ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ചെയിൻ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ബാക്കി ഇവിടെയും പോസിബിലിറ്റി ഉണ്ട്, കണ്ടോ? ഇവിടെയും ബോണ്ടാണ്. ഈ ബോണ്ടിൽ വേണമെങ്കിൽ ഇവിടെ കാർബൺ വരാം, ഇങ്ങനത്തെ കേസ് ഉണ്ട്. അവിടെ കാർബൺ വന്നു, ഇവിടെ കാർബൺ വന്നു കഴിഞ്ഞാൽ ഇവിടെയും 4 ബോണ്ട്. ഇനി ഇവിടെയും കാർബൺ വരാം. മനസ്സിലാക്കി കഴിഞ്ഞ രസമാണ് കേട്ടോ അത്. ഇവിടെയും കാർബൺ വരാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ കാർബൺ. ഇവിടെ ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും കാർബൺ വരാം. കോമ്പൗണ്ട്സ് ഉണ്ട് കേട്ടോ ഇതുപോലത്തേക്കാ, ഞാൻ ചുമ്മാ വരയ്ക്കേണ്ടതൊന്നല്ല. കോമ്പൗണ്ടിന്റെ പേര് ഉൾപ്പെടെ ഉണ്ട് ഇങ്ങനത്തെ കോമ്പൗണ്ട്സിനെ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. ഇങ്ങനെ ചുമ്മാ ഒരു നമുക്ക് പാമ്പും കോണി കളിക്കുന്ന പോലെ ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കാം. അങ്ങോട്ട് എന്തോരം കാർബൺ വേണമെങ്കിൽ ഇട്ട് പൊക്കോണ്ടിരിക്കാം. ഒരു കോമ്പൗണ്ട് ആയിരിക്കും അതെന്തായാലും. അവസാനം ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടും. നമ്മൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കേസിലോട്ടൊന്നും പോകണില്ല. നമുക്ക് വെരി സിമ്പിൾ കേസ് മാത്രമേ 10th പഠിക്കാനുള്ളൂ. നമുക്ക് ഇത്രയും കോംപ്ലക്സിലോട്ട് പോകണ്ട. ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ തൽക്കാലം എല്ലാത്തിലും ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഒരു ബോണ്ട് അവിടെ നിന്ന് വരയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഹൈഡ്രജന്റെ വാലൻസി എത്രയാ? ഹൈഡ്രജന്റെ വാലൻസി എത്രയാണ്? 1. അപ്പൊ ഹൈഡ്രജൻ ഒരു ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ ഹൈഡ്രജൻ. ഇനി ഒരു കേസ് കൂടി നോക്കാം, അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്സിജൻ ഒന്ന് എടുത്തേ. ഓക്സിജന്റെ വാലൻസി എത്രയാ? വാലൻസി 2. അപ്പൊ ഓക്സിജൻ ഞാൻ വരയ്ക്കുവാണ്, ഒരു ഓക്സിജനെ വരയ്ക്കുവാണ്. ഈ ഓക്സിജനിൽ എത്ര ബോണ്ട് വരാൻ ചാൻസ് ഉണ്ട്? ഡബിൾ ബോണ്ട്. 2 ബോണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡബിൾ ബോണ്ട് എന്നല്ല, 2 ബോണ്ട് വരാൻ ചാൻസ് ഉണ്ട്. 2 ബോണ്ട് വന്നു. ഇനി ഇവിടെ ഓക്സിജൻ ആണെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് 2 ഡബിൾ ബോണ്ട് വെച്ചിട്ട് 2 ഓക്സിജൻ വരും. അപ്പൊ ഈ ഓക്സിജനും 2 ബോണ്ട് ഉണ്ട്, ഈ ഓക്സിജനും 2 ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇനി വേറെ കേസ് കാണിച്ചു തരാം. ഓക്സിജൻ ഓക്സിജന്റെ ഡബിൾ ബോണ്ട്. ഒരു കോമ്പൗണ്ട് വരയ്ക്കും. തൽക്കാലം അത് വേണ്ട കേട്ടോ, നമുക്ക് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്സിജന്റെ വാലൻസി 2 ആയതുകൊണ്ട് 2 ബോണ്ട് വരും. വേറൊരു കേസ് നോക്കാം. നൈട്രജന്റെ വാലൻസി എത്രയാ? നൈട്രജന്റെ വാലൻസി ഒരാള് പറയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അവിടെ എല്ലാവരും. എന്നാലും കണ്ടുപിടിക്കാൻ നോക്കൂല. ഒരാൾ പറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ആണ് കേട്ടോ, നൈട്രജന്റെ വാലൻസ് 3 ആണ്. അപ്പൊ നൈട്രജന് എത്ര ബോണ്ട് ഫോം ചെയ്യും? 3 ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ N2 ഫോം ചെയ്യുമ്പോൾ N2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ 3 ബോണ്ട് ഉണ്ടാവും. N2 3 ബോണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. വാലൻസി അനുസരിച്ചാണ് ഇവിടെ കോവലന്റ് ബോണ്ടിന്റെ ബോൺസ് വന്നത്. വാലൻസി 4 ആകുമ്പോൾ 4 ബോൺസ് ഉണ്ടാകും. കാർബണിന്റെ 4 ബോൺസ് ഉണ്ട്. അപ്പൊ 4 ബോൺസ് എങ്ങനെ വേണമെങ്കിലും വരാം. 4 ബോൺസിന്റെ അതർ എൻഡിൽ ഹൈഡ്രജൻ വരാം. കാർബൺ വരുവാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു.
ഈ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കേസാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് 3 ഡിഫറെന്റ് വേസിൽ റെപ്രസെന്റ് ചെയ്യാം. 3 ഡിഫറെന്റ് വേസിൽ റെപ്രസെന്റ് ചെയ്യാം ഓർഗാനിക് കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ്. ഈ ഒരു കോമ്പൗണ്ടിന് ഞാൻ ഇപ്പൊ റെപ്രസെന്റ് ചെയ്തേക്കുന്ന വേക്ക് ഒരു പേരുണ്ട്. ഞാൻ ഇപ്പൊ വരച്ചേക്കുന്ന ഈ ഒരു മെത്തേഡിന് ഒരു പേരുണ്ട്. എന്തായിരുന്നു? സ്കൂളിൽ നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ ഫോം എന്ന് പറയുന്നത്, ഫോർമുല എന്ന് പറയുന്നില്ല, സ്ട്രക്ചറൽ ഫോം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ എളുപ്പത്തിന് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പഠിച്ചു. അപ്പൊ എല്ലാം ഫോർമുല എന്ന് പഠിക്കാൻ പറ്റും. ഇത് സ്ട്രക്ചറൽ ഫോർമുലയാണ്. ഇനി ഇതിന്റെ കുറച്ചും കൂടി ചെറിയൊരു ഫോം ഉണ്ട്. ആ ചെറിയൊരു ഫോമാണ് CH3. ഈ ഒരു വെയ്ക്ക് ഒരു പേരുണ്ട്. ഈ ഞാൻ എഴുതിയിരിക്കുന്ന വെയ്ക്ക് വേറൊരു പേരുണ്ട്. ആ പേരാണ് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ചെറുതെന്നുള്ള മീനിങ് ആണ്. ചെറുതായി എന്നുള്ളൊരു മീനിങ് ആണ് കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞ ഫോർമുല. ആ ഒരു വേർഡിന്റെ മീനിങ് ഉണ്ട്. ഇനി ഒരു വേയും കൂടി ഉണ്ട്. ആ വേ ആണ് C2H6. ഈ ഫോർമുല മോളിക്കുലർ ഫോർമുല. ഇത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പല സ്ഥലത്തും കാണുന്നതാണ് മോളിക്കുലർ ഫോർമുല. അപ്പൊ നോക്കിക്കേ, 3 വേസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തെ സ്ട്രക്ചറൽ ഫോർമുല, പിന്നെ കണ്ടൻസ്ഡ് ഫോർമുല, then മോളിക്കുലർ ഫോർമുല. അതിലൊരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കി, സ്ട്രക്ചറൽ ഫോർമുലയിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുലയിട്ട് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ഒരു ഇൻഡിവിജ്വൽ കാർബൺ എടുക്കും. ഒരു കാർബണിന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് എഴുതും. ഈ ഒരു കാർബണിന്റെ കൂടെ ആരൊക്കെയുണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ CH3 എന്ന് എഴുതി. ഒരു കാർബൺ എടുക്കുള്ളൂ. ഞാൻ അടുത്ത കാർബണിലേക്ക് പോകുമ്പോൾ ഒരു ബോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു സിംഗിൾ ബോണ്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സിംഗിൾ ബോണ്ട് എടുക്കും. പിന്നെ അടുത്ത കാർബൺ എഴുതുമ്പോൾ ആ കാർബണിന്റെ കൂടി 3 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് CH3. ഇങ്ങനെയാണ് കേട്ടോ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത്. അത് മനസ്സിലാക്കണം. സ്ട്രക്ചറൽ ഫോർമുലയിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത് ഇൻഡിവിജ്വൽ കാർബൺസ് എടുക്കും. ഓരോരോ കാർബണാണ് എഴുതുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3. ഈ മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര കാർബൺ ഉണ്ടെന്ന് ടോട്ടൽ നോക്കും, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കും, ഫൈനലി ഒരുമിച്ച് എഴുതും C2H6. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ വലിയ ബേസിക് ആണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനില്ല. ക്വസ്റ്റ്യൻ വരാനുള്ളത് ഹോമോലോഗസ് സീരീസിന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഹോമോലോഗസ് സീരീസ് എന്താന്ന് ചോദിക്കാം. ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 4 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. മറച്ചു നോക്കിക്കോ, ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയില്ലേ പിന്നെ നോക്കൂല, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോ. ഹോമോലോഗസ് സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. പേജ് നമ്പർ 99. പേജ് നമ്പർ 99 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോമോലോഗസ് സീരീസ് 4 പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അത് പിന്നീട് പഠിച്ചാൽ മതി, ഞാനിപ്പോ പറഞ്ഞുള്ളൂ. ദെൻ പിന്നെ ക്വസ്റ്റ്യൻ വരാനുള്ളത് ഇതിന് സാധാരണ വരാറില്ല. ഇനി ചോദിക്കുവാണെങ്കിൽ ചാൻസ് ഉള്ളത് ഈ ഒരു ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് കണ്ടൻസ്ഡ് ഫോർമുല ഏതാ ചോദിക്കും, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ട് സ്ട്രക്ചറൽ ഫോർമുല ഏതാ ചോദിക്കും. അത് റെയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അങ്ങനെ ചോദിക്കുന്നില്ല. വളരെ വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രതീക്ഷിക്കാനുണ്ട് നമ്മൾ ശരിക്കും. പക്ഷെ ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കണ്ടൻസ്ഡ് ഫോർമുല സ്ട്രക്ചർ ഫോർമുല എഴുതാനും സ്ട്രക്ചർ ഫോർമുല കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനും വെരി സിമ്പിൾ ആണ്. ആർക്കാണെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? നോമൻക്ലേച്ചർ. ചാപ്റ്ററിന്റെ പേര് നോമൻക്ലേച്ചർ ആണ്. നെയിമിംഗ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിമിംഗ് എന്നാണ്. നോമൻക്ലേച്ചർ നെയിമിംഗ്, പേരിടലാണ്. എല്ലാ ആൾക്കാർക്കും പേരിടാൻ പോകണം നമ്മൾ. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ 3 കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഈ 3 കോമ്പൗണ്ട്സ് ഒറ്റ കോമ്പൗണ്ടാണ്. ഈ ഒരു കോമ്പൗണ്ടിന് ഒരു പേരുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ ഒരു കോമ്പൗണ്ടിന് ഒരു പേരുണ്ട്.
ഇതുപോലെ നമ്മൾ ഏത് കോമ്പൗണ്ട് എഴുതിയാലും ആ കോമ്പൗണ്ടിന്റെ പേരുണ്ടാവും. ഈ ഒരു കോമ്പൗണ്ടിന്റെ ഒരു പേരുണ്ട്. ഇതുപോലെ എല്ലാ കോമ്പൗണ്ട്സിനും ഡിഫറെന്റ് പേരുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ പറ്റില്ല. ഈ CH4 വിളിച്ചിട്ട് നമുക്ക് CH4 ആമിന എന്ന് വിളിക്കാൻ പറ്റില്ല. C2H6 വേറൊരു പേര് വിളിക്കാൻ പറ്റില്ല. കൃത്യം പേര് കൊടുക്കാനുള്ള റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസ് പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷന്റെ പേരാണ് IUPAC. ഈ IUPAC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടാനുള്ള റൂൾസ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ ബേസിലാണ് നമ്മൾ എല്ലാ കോമ്പൗണ്ട്സിനും പേരിടാൻ പോകുന്നത്. ഓക്കെ, അത് IUPAC എന്ന് ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഫുൾ ഫോം ആയത്. ഈ ഓർഗനൈസേഷൻ ആണ് നെയിമിംഗ് ചെയ്യാനുള്ള കണ്ടീഷൻസ് പറയുന്നത്, റൂൾസ് പറയുന്നത്. നെയിമിംഗിലോട്ട് തൽക്കാലം കടക്കണില്ല. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിമിംഗിലോട്ട് വരാം. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം മുതലെടുത്തോ, ഫസ്റ്റ് പേജ് മുതലെടുത്തോ. അത് നമ്മൾ ഓൾറെഡി നോക്കിയതല്ലേ ഫസ്റ്റ് പേജ്. ഇത് പെട്ടെന്ന് നോക്കിക്കോ, ഒന്ന് സ്പീഡിൽ വായിച്ചു നോക്കിക്കോ. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷനും എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് എന്ന് മാർക്ക് ചെയ്ത് ആ 2 പോയിന്റ്സ്. അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. വൈ കാർബൺ ഫോംസ് മിനി കോമ്പൗണ്ട്സ്? വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ വൈ കാർബൺ ഫോം മിനി കോമ്പൗണ്ട്സ്? അതിന്റെ ആൻസേഴ്സ് ആണ് 2 പോയിന്റ്സ്. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ and has the ability to form different types of bond. അതിന് താഴെ IUPAC നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം ഒക്കെ അടുത്ത പേജിൽ വരും കേട്ടോ. വാലൻസി ഓഫ് കാർബൺ ഈസ് 4. then അതിന് താഴെ സിംഗിൾ ബോണ്ടഡ് കാർബൺ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ബോണ്ടഡ് കാർബൺ പറഞ്ഞിട്ടുണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ കാണിച്ചിട്ടുണ്ട്. ഇതിൽ സിംഗിൾ ബോണ്ട് വന്നാലും ഡബിൾ ബോണ്ട് വന്നാലും വാലൻസി മാറുന്നില്ല കേട്ടോ. ഇവിടെ നോക്കിക്കോ, ജസ്റ്റ് 2 കാർബൺ. ഇപ്പൊ 2 കാർബൺസ് തമ്മിൽ ഡബിൾ ബോണ്ട് വന്നു. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് കാർബൺ നോക്കി. ഈ ഫസ്റ്റ് കാർബണിൽ ഇപ്പൊ എത്ര ബോണ്ട് വന്നിട്ടുണ്ട്? ഫസ്റ്റ് കാർബണിൽ എത്ര ബോണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്? 2 ബോണ്ട് വന്നിട്ടുണ്ട്. കാർബണിൽ എത്ര ബോണ്ട് വരണം ശരിക്കും? 4 ബോണ്ട്സ് വേണം. 4 ബോണ്ട്സ് ഉണ്ടെങ്കിലാണ് സ്റ്റേബിൾ ആവുള്ളൂ. 2 ബോണ്ട് ഓൾറെഡി വന്നു. ഇനി എത്ര ബോണ്ട് കൂടി വരും? ഇപ്പൊ 2 ബോണ്ട് കൂടി വരും. ആ 2 ബോണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുകളിലും താഴെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ കൊണ്ടു വരയ്ക്കാം. ഈ പൊസിഷനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ ഇതില്. എങ്ങനെ നമ്മൾ വരച്ചാലും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ കാർബൺ ഇത് തന്നെയല്ലേ നോക്കി. സെക്കൻഡ് കാർബൺ ആറ്റത്തിന് 2 ബോണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതൊരു 2 ബോണ്ടാണ് കേട്ടോ ഇത്. ഇനി 2 ബോണ്ട് കൂടി വരാം. ആ 2 ബോണ്ട് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അല്ലെങ്കിൽ താഴത്തോട്ട് വരാം. ഈ 2ഉം മുകളിലും താഴത്തോട്ടും വരാം. ഓർഡറിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് വന്നു. ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാർബൺ ആറ്റത്തിന് എത്ര ബോണ്ട് കൂടി മതി? ഇനി സ്റ്റേബിൾ കൂടി മതി. ഇതിനും ഒരെണ്ണം കൂടി മതി. ഇതാണ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. 4 ബോണ്ട് ഇല്ല കേട്ടോ. 4 ബോണ്ട് ഇല്ല, അത് മനസ്സിലാക്കിക്കാം. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, 3 ടൈപ്പ് ബോണ്ട്സ്. ബാക്കി വായിച്ചു തുടങ്ങിക്കോ. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ അവസാനം കുറ്റം പറയും, ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് പേജിൽ CH4 എഴുതിയിട്ടുണ്ട് എങ്ങനെ വന്നതെന്ന്. C 4 ബോണ്ട്സ്, അവിടെ ഹൈഡ്രജൻ വന്നു. മറ്റ് 2 കേസിലും ഹൈഡ്രജൻ ആഡ് ചെയ്യാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അതാണ് ഡബിൾ ബോണ്ടുള്ള കാർബണിന്റെ കേസിലും ട്രിപ്പിൾ ബോണ്ടുള്ള കാർബണിന്റെ കേസിലും ആ ബോണ്ടിന്റെ അതർ എൻഡിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ശരി, ഒന്ന് ഓക്കെ മതി. അടുത്തത് ടേബിൾ 6.1. ടേബിൾ 6.1 സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ തന്നിട്ടുണ്ട്.
മോളിക്കുലർ ഫോമുല വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കോ. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ C2H6 എന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോമുല വന്നത്. ദെൻ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ C2H4. എല്ലാത്തിലും ജനറൽ ഫോമുല ശരിയാവണ്ട കേട്ടോ, അതും കൂടി നോക്കി പോകണം നിങ്ങൾ. ജനറൽ ഫോമുല സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ നോക്കി, ഇവിടെ ഹൈഡ്രജൻ വരച്ചേക്കുന്നത് ചെരിച്ചാണ്. അതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവർ ചെരിച്ച് വരച്ചേക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാണ്ട് പ്രത്യേക ഷേപ്പ് ഒന്നും അല്ല അതിന്. ഇങ്ങനെ ഹൈഡ്രജൻ വരച്ചേക്കുന്നത്, അങ്ങനെ വരച്ചേക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതിന് പ്രത്യേക ടൈപ്പ് ഓഫ് രീതി ഒന്നും അല്ല ഇത് വരയ്ക്കാനുള്ള. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ചെരിച്ച് വരച്ചേക്കുന്നതാണ്. സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുള്ളൂ, മുകളിലോട്ടും സൈഡിലോട്ടും അല്ലെങ്കിൽ സൈഡിലോട്ടും വരയ്ക്കുള്ളൂ. ഇനി വേറെ ടൈപ്പ് ഓഫ് ബോണ്ടും കൂടി ഉണ്ട് കേട്ടോ, വേറെ ടൈപ്പ് ഓഫ് വേയും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച 3 വേസ് ഇല്ലേ, ഇനി ഒരു വേയും കൂടി ഉണ്ട്. ആ വേയുടെ പേരെന്താണെന്ന് അറിയോ? ബോണ്ട് ലൈൻ ഫോർമുല എന്നാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു, +1 പഠിക്കുന്നില്ല. ബോണ്ട് ലൈൻ ഫോർമുല അതെങ്ങനെയാന്ന് വരയ്ക്കണെന്ന് അറിയോ? ഇങ്ങനെ വരയ്ക്കുന്നത്, ചുമ്മാ കുത്തി വരച്ചേക്കണെയാണ്. ഇങ്ങനെ വരയ്ക്കണത്. ഇതൊരു കോമ്പൗണ്ടാണത്. ഞാൻ വരച്ചേക്കുന്നത് ഒരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ട് എങ്ങനെ എഴുതുന്നതെന്ന് അറിയോ? അതും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. CH2 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 CH3. ഇത്രയും വലിയ കോമ്പൗണ്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ കുത്തിവര വരച്ചാൽ മതി. കൃത്യം ആ എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ, എണ്ണം നോക്കിയാലേ കറക്റ്റ് ആവുള്ളൂ. ഇത്രയും വലിയ കോമ്പൗണ്ടിന് പകരം ഇങ്ങനെ ലൈൻ വരച്ചാൽ മതി. നിങ്ങൾ പിന്നെ പഠിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ അതിലോട്ടൊന്നും വരണ്ട. വേസ് ഇനി ഉണ്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള. 4ാമത്തെ വേ ആണിത്. ഇത് നോക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് അതിട്ട് വായിച്ചോ. They are hydrocarbons. There are compounds having single bond, double bond, triple bond between carbon atoms. വായിച്ചു പൊക്കോട്ട് താഴത്തോട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. Structure of these compounds can also be written in condensed way. ഇതിന്റെ സ്ട്രക്ചറിനെ കണ്ടൻസ്ഡ് വേയിൽ എഴുതാൻ പറ്റും. CH3 single bond CH3, CH2 double bond CH2, CH triple bond CH. Such a representation is known as condensed formula. What is condensed formula എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കേട്ടോ, ഒന്നും പേടിക്കൊന്നും വേണ്ട. Open chain hydrocarbons having single bond between carbon atoms are included in alkane. ഇത് പഠിക്കണം കേട്ടോ. Open chain hydrocarbons having single bond between carbon atoms are called alkanes. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു നോക്കി. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് double bond between the carbon atoms are included in alkene. Alkyne ആണെങ്കിലോ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ഹാവിംഗ് triple bond between carbon atoms. ഒരെണ്ണം പഠിച്ച എല്ലാം എഴുതാൻ പറ്റും. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് 3 മാറ്റിയാണ്. ഓപ്പൺ ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോമ്പൗണ്ട് എഴുതി കഴിയുമ്പോൾ അതിന്റെ 2 എൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടണില്ല. ഇത് 2 എൻഡാണ്, ഇത് ഫസ്റ്റ് എൻഡാണ്, ഇത് സെക്കൻഡ് എൻഡാണ്. ഈ എൻഡ്സ് തമ്മിൽ കൂട്ടിമുട്ടണില്ല. ഇതിനെ ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ചെയിനാണ്. ചങ്ങല, ഇതൊരു ചങ്ങല പോലെയാണ് കേട്ടോ, ഇങ്ങനെ ചങ്ങല ചെയിൻ പോലെയാണ്. ആ ചെയിന്റെ 2 എൻഡ്സ് തമ്മിൽ കൂട്ടിമുട്ടണില്ല. ഇനി കൂട്ടിമുട്ടുന്ന ചെയിൻ ഉണ്ട് കേട്ടോ, അത് വേറെ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ്, നമ്മൾ പഠിക്കും ചാപ്റ്ററിൽ തന്നെ. ക്ലോസ്ഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയിൻ, ഇനി ക്ലോസ്ഡ് ചെയിൻ ഉണ്ട്. ഇതപ്പൊ പറയാം, ഇപ്പൊ നിങ്ങൾ അത് നോക്കണ്ട. ഓപ്പൺ ചെയിൻ in alkanes, as the 4 valency of each carbon atom are satisfied by single bond,
they are known as saturated hydrocarbon. അത് പഠിക്കണം എന്നില്ല, മനസ്സിലാക്കിയിരുന്നാൽ മതി. സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ 6.2 സ്ട്രക്ചർ, കണ്ടൻസ് ഫോർമുല, മോളിക്കുലർ ഫോർമുല എഴുതിയിട്ടുണ്ട്. CH4 ഫസ്റ്റ് കാർബണാറ്റ്. ഒരു കാർബണാറ്റുള്ള കേസിൽ CH4, 2 കാർബണാറ്റുള്ള കേസിൽ C2H6, 3 കാർബണാറ്റും 4 കാർബണാറ്റും 5 കാർബണാറ്റും. അതിൽ 4ഉം 5ഉം ഫില്ല് ചെയ്യാനുണ്ട്. ഫില്ല് ചെയ്ത് ഒന്ന് അവിടെ സ്ഥലമില്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിക്കോട്ടോ. 4 കാർബണാറ്റും വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ എങ്ങനെയുണ്ടാവും? Four carbon atoms. വേറെ ഓർമ്മയാണോ? സ്കൂളിലൊക്കെ കഴിഞ്ഞില്ല. അടുത്ത ചാപ്റ്റർ കഴിഞ്ഞോ? സ്കൂളില് നെക്സ്റ്റ് ചാപ്റ്ററും കഴിഞ്ഞോ? തീർത്ത് പഠിപ്പിച്ച് സ്കൂളിൽ തീർന്നിട്ടുണ്ടാവും. ഒന്ന് പറഞ്ഞേ ഫാത്തിമ സുബൈർ. 4 കാർബണാറ്റുള്ള കോമ്പൗണ്ട്. ഫാത്തിമ, എത്ര കാർബണാറ്റം ഉണ്ടാകും അതില്? 4. 4 കാർബണാറ്റിന്റെ ഒപ്പം നേരെ വരയ്ക്കണം. 4 കാർബണാറ്റ്. ഏത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ട്. എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഫാത്തിമ സുബൈർ മാത്രം കേട്ടോ, ഫാത്തിമ സുബൈർ മാത്രം. ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്തോ ഫാത്തിമ. വേറെ എന്തൊക്കെ ചേഞ്ചസ് വരയ്ക്കണം ഇതില്? വേറൊന്നുമില്ല. ബാക്കി ഹൈഡ്രജൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഹൈഡ്രജൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഫസ്റ്റ് കാർബൺ എടുക്കും. ഫസ്റ്റ് കാർബണിൽ ഇപ്പോ ഒരു ബോണ്ട് വന്നിട്ടുണ്ട്. ഇനി എത്ര ബോണ്ടും കൂടി വരും ഫസ്റ്റ് കാർബണാറ്റത്തിൽ? 3 ബോണ്ടും കൂടി വരും. സെക്കൻഡ് കാർബണാറ്റത്തിൽ എത്ര ബോണ്ടും കൂടി വരും? ഇനി 2. തേർഡിലോ? ഫാത്തിമ സുബൈർ ആണോ ഈ പറയുന്നത്? ഫാത്തിമ സുബൈർ 2. ഇനി ഫോർത്ത് കാർബണാറ്റത്തിലോ? 3. ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാത്തിലും എല്ലാ അതർ എൻഡിലും ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ മതി. ഹൈഡ്രജൻ കഴിഞ്ഞു. സ്ട്രക്ചറൽ ഫോർമുല കഴിഞ്ഞു. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ എഴുതാൻ പറ്റും. ആദ്യം ഫസ്റ്റ് കാർബൺ എടുക്കണം. ഫസ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? കോമൺ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും പറയാം കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതും? 3 പാരുമണ്ടൂല്ല. CH3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഒരു സിംഗിൾ ബോണ്ടോ ഉള്ളത്. ഒരു സിംഗിൾ ബോണ്ട് ഇടണം. ഇനി അടുത്ത കാർബൺ ആറ്റം എടുക്കണം. ഇങ്ങനെ എഴുതും CH2. അത് കഴിഞ്ഞ ഒരു സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ഇട്ടു. അടുത്ത കാർബൺ ആറ്റം എടുക്കണം. പറഞ്ഞോ? CH2. നെക്സ്റ്റ് സിംഗിൾ ബോണ്ട്, ലാസ്റ്റ് കാർബൺ ആറ്റം CH3. 2 അല്ല, CH3. ഇങ്ങനെയാണ് കണ്ടൻസ് ഫോർമുല കിട്ടുന്നത്. ഇത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന് നോക്കിക്കൊന്ന്. അല്ലെ, അത് തന്നെയാണ്. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതണമെങ്കിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട് നോക്കണം. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 4 കാർബൺ ഉണ്ട്. അപ്പൊ C4 എന്ന് പറയണം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? C4 വെച്ചിട്ട് ഇതുപോലെ ഫിഫ്ത്ത് കോമ്പൗണ്ടും കൂടി എഴുതിക്ക്. ഫിഫ്ത്ത് കോമ്പൗണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം. 5 കാർബണാറ്റുള്ള കേസ്. അപ്പൊ ആദ്യം എല്ലാ കാർബണാറ്റത്തിനും എഴുതണം. ഇങ്ങനെ കൊണ്ട് എഴുതരുത് കേട്ടോ, തെറ്റിപ്പോകും. ആദ്യം ഹൈഡ്രജൻ ഇട്ട് ഇങ്ങനെ കൊണ്ട് എഴുതരുത്. ആദ്യം കാർബൺ, അതാണ് സ്റ്റേജ് കേട്ടോ. റൂൾ അതാണ്. ഫസ്റ്റ് കാർബൺ ഇടണം. എത്ര കാർബൺ ഉണ്ട് അത്രയും കാർബൺ ആദ്യം എഴുതണം.
ദെൻ സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ, ഈ ഓർഡറിൽ തന്നെ എഴുതി വരണം കേട്ടോ. നിങ്ങൾക്ക് എന്നാലും എളുപ്പമാവും ഞാൻ അടുത്ത ടോപ്പിക് പഠിക്കുന്നു. ആദ്യം കാർബൺ ആറ്റംസ്, ദെൻ ബോണ്ട്, എല്ലാ ബോണ്ടും ഇടണം, പിന്നെയാണ് ഹൈഡ്രജൻ ഇടുന്നത്. ആദ്യം കൊണ്ട് ഹൈഡ്രജൻ ഇട്ട് വെക്കരുത്, തെറ്റിപ്പോകും. ഓക്കെ, ഫിഫ്ത്ത് 5 കാർബൺ ആറ്റമുള്ള കേസാണ്. അപ്പൊ അതില് 5 കാർബൺ ആറ്റത്തിന് ആദ്യം വരയ്ക്കണം. 1 2 3 4 5 കാർബൺ ആറ്റം. സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ എല്ലാത്തിലും സിംഗിൾ ബോണ്ട് വരും. ഇനി ബാക്കി അതിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാനാണെങ്കിൽ ഇതിൽ 3 ബോണ്ട് വരും, ഇതിൽ 2 ബോണ്ട് വരും, ഇതിൽ 2 ബോണ്ട് വരും, ഇതിൽ 2 ബോണ്ട് വരും, ഇതിൽ 3 ബോണ്ട് വരും. എല്ലാ ബോണ്ടിന്റെ അതർ എൻഡിലും ഹൈഡ്രജൻ വരും. ഇത്രേ ഉള്ളൂ. അപ്പൊ കോമ്പൗണ്ടിനെ നമുക്ക് അതിന്റെ കണ്ടൻസർ ഫോമിൽ എഴുതുമ്പോൾ CH3 CH2 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 CH3. ഓക്കെ അല്ലേ? ഞാനിത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ കേസ് അല്ലേ? ഇനി വേറൊരു ഫോം കൂടി ഉണ്ട് കേട്ടോ. ആ ഫോമിന് പേരൊന്നുമില്ല, ഷോർട്ട് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ എഴുതുന്നത് മനസ്സിലാക്കിയിരുന്നു, ചുമ്മാ എക്സാമിന് വേണ്ടി പഠിക്കൊന്നും വേണ്ട. ഞാൻ എന്താ ചെയ്തേക്കണ ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. 3 CH3 ഉണ്ട്, 3 CH2, 3 CH2 അടുത്തടുത്തുണ്ട്. ആ 3 CH2 ഞാൻ ഒറ്റയടിക്ക് 3 ബ്രാക്കറ്റിൽ ഇട്ടു. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ, ഇത് ചെയ്യണ്ട, മാർക്ക് കിട്ടണമെന്നില്ല. ഇങ്ങനെ ചെയ്യാറുണ്ട് വലിയ വലിയ കോമ്പൗണ്ട്സ്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ചുമ്മാ 3 CH2 ആയതുകൊണ്ട് 3 CH2 സിംഗിൾ ആയിട്ട് ബ്രാക്കറ്റിൽ 3 ഇട്ടു. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ തൊട്ട് താഴെ IUPAC നെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. വായിക്കൊന്നും വേണ്ട, ആ ഒരു ഓർഗനൈസേഷൻ ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫീൽഡിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. IUPAC ഓർഗാനിക് കെമിസ്ട്രി മാത്രമല്ല കേട്ടോ, സാധാ കെമിസ്ട്രിയിലും IUPAC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സപ്പോസ് ഇപ്പൊ പുതിയൊരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചു, പുതിയൊരു എലമെന്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിലവിൽ 118 എലമെന്റ്സ് എന്നല്ലേ പഠിച്ചിരിക്കുന്നത് അല്ലെ? സപ്പോസ് അടുത്തൊരു എലമെന്റ് കണ്ടുപിടിച്ചു, ഡിസ്കവർ ചെയ്തു. ആ എലമെന്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഓർഗനൈസേഷൻ ആണ്. ഈ ഓർഗനൈസേഷൻ പറയും ആ എലമെന്റിന് ഇന്ന പേരിടണമെന്ന് പറഞ്ഞാൽ ആ പേര് ഇടേണ്ടി വരും. ഈ ഓർഗനൈസേഷൻ ആണ് കെമിസ്ട്രിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ പറയാൻ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ എല്ലാ കെമിസ്ട്രിയും വരും, ഓർഗാനിക് കെമിസ്ട്രിയും വരും, പ്യൂർ കെമിസ്ട്രിയും വരും. ആ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇരിക്കുന്നുണ്ടോ? പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. പ്യൂർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സാധാ കെമിസ്ട്രി, കെമിസ്ട്രിയുടെ ബാക്കി സ്ഥലങ്ങൾ. അപ്ലൈഡ് കെമിസ്ട്രിയിലാണ് ഓർഗാനിക് കെമിസ്ട്രി കാണുന്നത്. അപ്ലൈഡ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി അതിന്റെ ഹയർ ലെവൽസ്. ഓക്കെ, ഇതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ രീതിയിൽ വന്നു എന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് ആൻസർ ചെയ്ത് പോക്കോ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹൈഡ്രജൻ ഇൻ ആൽക്കെയിൻസ്? ആൽക്കെയിൻസില് കാർബണിന്റെയും ഹൈഡ്രജന്റെയും നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത് എഴുതണമെന്നില്ല, നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ആൻ ആൽക്കെയിൻ കണ്ടെയ്ൻ n കാർബൺ ആറ്റംസ്, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് വിൽ ബി ദർ? ഒരു ആൽക്കെയിൻ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൽ n കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും അവിടെ? 2n plus 2. 2n plus 2. 2n plus 2. If so, can you deduce a general formula for alkenes? General formula എഴുതിക്കോ താഴെ. Cn H2n plus 2. H2n plus 2. Cn H2n plus 2. Then analyze the molecular formula of CH4 and C2H6. രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ ഫോർമുല അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞേക്കുവാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ CH4 ആൻഡ് C2H6? ഡിഫറൻസ് എന്താണ് അവർ തമ്മിലുള്ള? ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. CH2 രണ്ട് കോൺസിക്യൂട്ടീവ് ടൈംസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കുന്നത്. C2H6 ഉം CH4 ഉം മൈനസ് ചെയ്യണം.
2 കാർബൺ ഉണ്ട്, 1 കാർബൺ ഉണ്ട്, 2 കാർബൺ മൈനസ് 1 കാർബൺ, 6 ഹൈഡ്രജൻ മൈനസ് 4 ഹൈഡ്രജൻ. അപ്പൊ എന്ത് കിട്ടും? 1 കാർബൺ 2 hydrogen. 2 ഹൈഡ്രജൻ, CH2 ആണ് ഡിഫറൻസ്. CH2 ആണ് ഡിഫറൻസ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Is the difference same in the case of C2H6 and C3H8? C2H6 ഉം C3H8 എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് സെയിം ആണ് അല്ലേ? യെസ്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. C3H8 ഉം C2H6 എടുത്തു. 3 കാർബൺ 2 കാർബൺ മൈനസ് ചെയ്യുന്നതാണ് കേട്ടോ. 3 കാർബൺ മൈനസ് 2 കാർബൺ, then 8 ഹൈഡ്രജൻ മൈനസ് 6 ഹൈഡ്രജൻ, 8 ഹൈഡ്രജൻ മൈനസ് 6 ഹൈഡ്രജൻ. മൈനസ് ചെയ്യുമ്പോൾ 1 കാർബൺ 2 ഹൈഡ്രജൻ, CH2. Then what is the difference between the molecular formula of any two successive alkenes? 2 അടുത്തടുത്തുള്ള ആൽക്കെയിൻസിന്റെ മോളിക്കുലർ ഫോർമുലയിലെ ഡിഫറൻസ് എന്തായിരിക്കും? എന്താണ്? CH2. 2 തൊട്ടടുത്തുള്ള ആൽക്കെയിൻസിന്റെ ഡിഫറൻസ് CH2 ആയിരിക്കും. A series of such compounds is called homologous series. ഇവരുടെ ഒരു സീരീസിന്റെ പേരാണ് ഹോമോലോഗസ് സീരീസ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ പറഞ്ഞിട്ടുണ്ട്. Members can be represented by a general formula. Successive members differ by CH2 group. Members show similarity in chemical properties. There is a regular gradation in physical properties. 4 properties, 4 characteristics. സമയം കളയുന്നില്ല, അടുത്ത ടോപ്പിക്കിലോട്ട് പോക്കോ, പെട്ടെന്ന് നോക്കും. Hydrocarbons having double bond or triple bond between carbon atoms are commonly known as unsaturated hydrocarbons. Double bond or triple bond ഉള്ള ഹൈഡ്രോകാർബൺസിന് unsaturated hydrocarbons. ഇനി അതിൽ തന്നെ hydrocarbons having double bond between any 2 carbon atoms are called alkenes. ENE. താഴെ ടേബിളിൽ തന്നിട്ടുണ്ട്. ടേബിളിൽ സ്ട്രക്ചർ, കണ്ടൻസ് ഫോർമുല, മോളിക്കുലർ ഫോർമുല എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, കംപ്ലീറ്റ് ചെയ്തു തന്നു. ഫസ്റ്റ് കോമ്പൗണ്ട് തന്നെ 2 കാർബണായിട്ടുള്ള കോമ്പൗണ്ട് ആണ്. 1 കാർബണായിട്ടുള്ള കോമ്പൗണ്ട് ഇല്ല കേട്ടോ, മനസ്സിലാക്കിയിരുന്നു. 2 കാർബണായിട്ടുള്ള കോമ്പൗണ്ട്, 2 കാർബൺ ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ട് വന്നു. C ഡബിൾ ബോണ്ട് C. ബാക്കി വാലൻസി കംപ്ലീറ്റ് ചെയ്തു. ഹൈഡ്രജൻ കൊടുത്തു, കണ്ടൻസ് ഫോമിൽ എഴുതി, മോളിക്കുലർ ഫോമിൽ എഴുതി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബൺ ഉണ്ടെന്ന് വിചാരിക്കും. 3 കാർബൺ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിന്റെ മിഡില് ഡബിൾ ബോണ്ട് വന്നാൽ മതി. എല്ലാത്തിലും വന്നെന്നില്ല കേട്ടോ, ഇത് മനസ്സിലാക്കിക്കുക. ആൽക്കീൻ ആവണം. ആൽക്കീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഒരു ഡബിൾ ബോണ്ട് മതി. ഒരു ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റം മതി. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് ആൽക്കീനിൽ വരും. എല്ലാ കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ട് വരണമെന്നില്ല. ഇതും ആൽക്കീനാണ് കേട്ടോ, ഇതും ആൽക്കീനാണ്. പക്ഷെ അതിൽ ഒരു ബോണ്ട് മതി, ഒരു ഡബിൾ ബോണ്ട് മതി. അപ്പൊ നിങ്ങൾ 4ാമത്തെ കേസ് ഒന്ന് എഴുതിക്കേ. 4 കാർബൺ ആയിട്ടുള്ള കേസ് എഴുതിക്കുന്നത്. പലർക്കും ഡിഫറെന്റ് കിട്ടണം കേട്ടോ. അപ്പൊ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് കിട്ടണം, സെയിം കിട്ടാൻ പാടില്ല എല്ലാവർക്കും. 3 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറുന്ന അനുസരിച്ച് എഴുതിക്കോ, നിങ്ങൾ എഴുതിക്കോ, ചെക്ക് ചെയ്യാം നമുക്കൊന്ന്. Number of carbon atoms is 4. Structure. Okay. അയാൻ എന്ന് പറഞ്ഞ അയാനെ, അയാൻ നീ എഴുതിയ കോമ്പൗണ്ട് എന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യ.
കേക്കുള്ളല്ലോടാ? നീ വയർലെസ് ആണോ യൂസ് ചെയ്യണം? പുറത്തുള്ള ഒച്ച കേൾക്കണ്ടല്ലോ, നിന്റെ സൗണ്ട് മാത്രം കേൾക്കണല്ലോ. അയാൻ, ജീലാനി, നിനക്ക് കിട്ടിയത് കണ്ടൻസ്ഡ് ഫോർമുലയാണോ? കേട്ടില്ല. കണ്ടൻസ്ഡ് ഫോർമുല അല്ല അല്ല, സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല. സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട്. ഒരു മിനിറ്റ്. സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ടോ? ശരിയാണോ? ഡബിൾ ബോണ്ട് സി. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ഡബിൾ ബോണ്ട് വന്നാൽ മതി. ഒരു ഡബിൾ ബോണ്ട് മതി. അപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു ബോണ്ടിനെ ഒഴിവാക്കാം കേട്ടോ. ഒരു ഡബിൾ ബോണ്ട് മതി. ഇതിലാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. ഇനി എന്തൊക്കെ ചേഞ്ച് വരുത്തണം? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഇനി എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യണം? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ 3 ആണോ? ഓക്കെ പറ. ഇപ്പൊ എത്ര ബോണ്ട് ആയി കാർബണില്, ഫസ്റ്റ് കാർബൺ ആറ്റത്തില്? മിലാനി, അറിയാണോ? പറഞ്ഞോ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് നോക്കണ്ട, നീ പറഞ്ഞോ. എടാ നീ നോക്കി പറ. ഫസ്റ്റ് കാർബൺ ആറ്റത്തില് എത്ര ബോണ്ട് ഇപ്പൊ ആയിട്ടുണ്ട്? ഫസ്റ്റ് കാർബൺ ആറ്റത്തില് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഇപ്പൊ എത്ര ബോണ്ട് ആയിട്ടുണ്ട്? ഇപ്പൊ 2 നോക്ക് അല്ലേ? 1 2. ഇനി എത്ര ബോണ്ട് കൂടി വരണം ഇനി സ്റ്റേബിൾ ആവണമെങ്കിൽ? 2. ഇപ്പൊ 2 ബോണ്ട് ഇങ്ങനെ വരാം. ഇങ്ങനെ തന്നെ വരണമെന്നില്ല, വേണമെങ്കിൽ ഇങ്ങനെ വരാം. കുഴപ്പമില്ല കേട്ടോ, പൊസിഷൻ ഒന്നും നോക്കണ്ട. നീ സംശയം മാറണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരും വരയ്ക്കാത്ത രീതിയിൽ വരയ്ക്കാം. ഇങ്ങനെ ഇരുന്നോട്ടെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. 2 ബോണ്ട് എങ്ങനെയാണെങ്കിലും വരച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റം ജിയാനി, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഇപ്പൊ എത്ര ബോണ്ട് ആയിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. ഇനി എത്ര കൂടി വരണം? ഒരെണ്ണം കൂടി വേണം. മുകളിലോട്ട് വരച്ചു, താഴത്തോട്ടും വരയ്ക്കാം കേട്ടോ. ഈ തേർഡ് കാർബൺ ആറ്റത്തിൽ എത്ര ബോണ്ട് ആയിട്ടുണ്ട്? ഇപ്പൊ 2 ആയിട്ടുണ്ട്. ഇനി എത്ര കൂടി വരണം? 2. ഫോർത്തിലോ? 3 ആയോ? ഫോർത്തിൽ എത്ര ബോണ്ട് ആയി? ഫോർത്തില് 1 ബോണ്ടല്ലേ ആയിട്ടുള്ളൂ. നോക്കടാ, തൊട്ടടുത്തുള്ള ബോണ്ട നോക്കണ്ട കേട്ടോ. 1 ബോണ്ട് ആയിട്ടുള്ളൂ. അപ്പം ബാക്കി 3 ബോണ്ട് കൂടി വരണം. ആ 3 ബോണ്ടിന് ഇങ്ങനെ വരച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാത്തിലും ഹൈഡ്രജൻ ഇട്ടുള്ളൂ. ഹൈഡ്രജൻ. വേറെ രീതിക്ക് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വേറെ രീതിക്ക് കിട്ടിയെന്ന് പറഞ്ഞേ. പറഞ്ഞോ. വേറെ രീതിക്ക് ആർക്കും കിട്ടിയില്ല? എല്ലാരും ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ കൊടുത്തത്? പറഞ്ഞോ, ചേഞ്ച് എന്തെങ്കിലും പറഞ്ഞോ. എവിടെ കൊടുത്ത? സെക്കൻഡിൽ കൊടുത്തു. അപ്പൊ പോസിബിലിറ്റി കാണട്ടോ. 4 കാർബൺ ആറ്റം വരച്ചു. അതിലെവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു? ഇപ്പൊ പറഞ്ഞോ. ഫസ്റ്റ് കാർബണിൽ അങ്ങനെ വരില്ല. ഞാൻ ചോദിച്ചത് ഒറ്റ ബോണ്ട് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ ഡബിൾ ബോണ്ട് കൊടുത്താൽ മതി. 2 ഡബിൾ ബോണ്ട് കൊടുക്കണ്ട. ഫസ്റ്റിൽ 1 ബോണ്ട്. ഓക്കെ.
ഇതിൽ സെക്കൻഡ് ഡബിൾ ബോണ്ട്, ഇതിൽ സിംഗിൾ ബോണ്ട്. ഇനി ഇതിൽ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ 3 എണ്ണം വരും, ഇവിടെ 1 എണ്ണം വരും, ഇവിടെ 1 എണ്ണം വരും, ഇവിടെ 3 എണ്ണം വരും. എല്ലാത്തിനും ഹൈഡ്രജൻ വരും. ഇതൊരു പോസിബിലിറ്റി ആണ്. ഇനി വേറൊരു പോസിബിലിറ്റി കൂടി ഉണ്ട്. അതെങ്ങനെയാ? 4 കാർബൺ എവിടെ ബോണ്ട് വരും? എവിടെ ഡബിൾ ബോണ്ട് വരും? ഇതില് ഡബിൾ ബോണ്ട് വരും. ഇതില് കണ്ടോ? 3 ഡിഫറെന്റ് കോമ്പൗണ്ട് കിട്ടിയതുണ്ടോ? ഫസ്റ്റില് നമ്മൾ ഫസ്റ്റ് 2 കാർബണായിട്ടും നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. സെക്കൻഡില് സെക്കൻഡ് കാർബണായിട്ടും തേർഡ് കാർബണായിട്ടും നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. തേർഡ് വണ്ണില് 4th കാർബണാറ്റം തേർഡ് കാർബണാറ്റം നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇതിൽ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. ഇത് 3ഉം ശരിയാണ് കേട്ടോ. 3ൽ തെറ്റൊന്നുമില്ല. 3ഉം ശരിയാണ്. 3 എഴുതിയവർക്ക് മാർക്ക് കിട്ടും. പക്ഷെ വ്യത്യാസം തന്നെ എവിടെയാണെന്നറിയോ? ഇവിടെ ഇതിന്റെ കണ്ടൻസർ ഫോർമുല എങ്ങനെ എഴുതും? ഇതിന്റെ കണ്ടൻസർ ഫോർമുല CH2 ഡബിൾ ബോണ്ട്. അവിടെയാണ് തെറ്റി പോണത്. CH2 ഡബിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ഇട്ട് വെക്കും. സിംഗിൾ ബോണ്ട് ഇട്ട് തെറ്റിപ്പോയി. CH2 ഡബിൾ ബോണ്ട്. പിന്നെയോ പിന്നെ സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. താഴത്തെ കോമ്പൗണ്ടിലോ എന്ത് ചേഞ്ച് ആവുന്നത്? ഈ കോമ്പൗണ്ടില് പറഞ്ഞേ. സിംഗിൾ CH2 അല്ല, CH പോണുണ്ടോ? CH3 CH ആണ്, CH2 അല്ല കേട്ടോ. CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. താഴത്തെ കോമ്പൗണ്ടിലോ CH3 സിംഗിൾ ബോണ്ട് CH2 ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് CH2 ഉണ്ടോ? സിമ്പിൾ ആണത്. കാര്യം സിമ്പിൾ ആണ്. തെറ്റിപ്പോണത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസിലാണ്. ഇവിടെ കൊണ്ടുപോയി തെറ്റിച്ച് കളയും. ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഇട്ടില്ലെങ്കിൽ മാർക്കില്ല കേട്ടോ. അവിടെ തെറ്റിപ്പോണത്. ഇനി ഒരു ഫാക്ട് കൂടി പറയാം. ഫസ്റ്റ് കോമ്പൗണ്ടും സെക്കൻഡ് കോമ്പൗണ്ടും സെയിം ആണ്. ഫസ്റ്റ് കോമ്പൗണ്ടും സെക്കൻഡ് കോമ്പൗണ്ട് അല്ല, ഫസ്റ്റ് കോമ്പൗണ്ടും തേർഡ് കോമ്പൗണ്ടും സെയിം കോമ്പൗണ്ട് ആണ്. എങ്ങനെയാ വന്നതെന്ന് അറിയോ? ഫസ്റ്റ് കോമ്പൗണ്ടും തേർഡ് കോമ്പൗണ്ടും സിമ്മട്രിക് ആണ്. ഇത് കേട്ടിട്ടുണ്ടോ? അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് കോമ്പൗണ്ടും തേർഡ് കോമ്പൗണ്ടും സെയിം ആണ്. എന്താ വ്യത്യാസം ഉള്ളതെന്ന് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് നോക്കിയാൽ അല്ലേ? തല തിരിഞ്ഞിരിക്കുന്നത് അല്ലേ? നോക്കി ഫസ്റ്റ് കോമ്പൗണ്ടില് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. തേർഡ് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ബാക്കി എല്ലാം സെയിം ആണ്. ഈ 2 കോമ്പൗണ്ട് നോക്കിയാൽ മതി. ഈ 2ന്റെ കണ്ടൻസർ ഫോമിൽ നോക്കിയാൽ മതി, നമുക്ക് പിടികിട്ടും. ഈ കണ്ടൻസർ ഫോമിൽ തിരിച്ചു എഴുതിയേക്കണല്ലേ ഇത്? കണ്ടോ? ഇവിടെ CH2, ഇവിടെ CH2 വന്നു. ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, ഡബിൾ ബോണ്ട് ഇവിടെ വന്നു. പിന്നെ CH, പിന്നെ CH2 CH3 അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നേക്കണമെന്നുള്ളൂ. 2 കോമ്പൗണ്ട് സെയിം ആണ്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പിന്നെ പഠിക്കട്ടെ. ഞാൻ ഇപ്പൊ അത് ജസ്റ്റ് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ നോക്കി. നെക്സ്റ്റ് 5 കാർബണായിട്ടുള്ള കേസാണ്. 5 കാർബണായിട്ടുള്ള കേസിൽ നമുക്ക് തോന്നിയതുപോലെ എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അവിടെ കണ്ടൻസർ ഫോമിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ ഒന്ന്. തന്നിട്ടില്ലേ? കണ്ടൻസർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ ഫോമിലയിൽ ഉള്ളതുപോലെ സ്ട്രക്ചർ ഫോമിൽ വരയ്ക്കണം. കണ്ടൻസർ ഫോമിൽ എവിടെയാണ് ഡബിൾ ബോണ്ട് എടുക്കുന്നത്? ഫസ്റ്റ് കാർബണാറ്റത്തിലാണ് ഡബിൾ ബോണ്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഫോമിൽ വരയ്ക്കുമ്പോൾ എവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കണം? അവിടെ തന്നെ വരയ്ക്കണം. ഫസ്റ്റിൽ തന്നെ വരയ്ക്കണം.
ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇനി അവിടെ കണ്ടൻസ്ഡ് ഫോമിൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ വരയ്ക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് കൊണ്ട് ആ തന്നേക്കണ പോലെ തന്നെ വരയ്ക്കണം ഡബിൾ ബോണ്ട്. അപ്പൊ അതിന്റെ കോമ്പൗണ്ട് എന്ന് വരച്ച എല്ലാവരും സ്ട്രക്ചറൽ ഫോമിൽ വരച്ചിട്ടുണ്ടാവും. അഞ്ച് കാർബൺ ആറ്റം, 1 2 3 4 5 5 കാർബൺ ആറ്റം. ഇവിടെ ഡബിൾ ബോണ്ട്, ബാക്കി എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട്. ഇതാണ് കേട്ടോ കോമ്പൗണ്ട്. കോമ്പൗണ്ട് ഇതാണ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ, പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. കഴിഞ്ഞു. അടുത്തത് അനലൈസ് ടേബിൾ 6.3 ആൻഡ് ഫൈൻഡ് ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദി ആൽക്കീൻസ് വിത്ത് n കാർബൺ ആറ്റം. n കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകുമെന്ന് ആൽക്കീൻസിന്റെ കേസിൽ 2n. ആൽക്കീൻസ് ആണെങ്കിൽ n കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 2n ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും. നമ്മൾ ജനറൽ ഫോമുല പഠിച്ചാണ്. ഇഫ് സോ ക്യാൻ എ ജനറൽ ഫോമുല ഓഫ് ആൽക്കീൻസ് ബി റെഡ്യൂസ്ഡ്. ജനറൽ ഫോമുല താഴെ എഴുതിക്കേ. CnH2n. CnH2n. Check whether the alkenes given in the above table are members of a homologous series. Homologous series ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്തില്ലായിരുന്നോ ഫസ്റ്റ് ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? ഇവിടെ ചെക്ക് ചെയ്തായിരുന്നു. പെട്ടെന്ന് കാണിച്ചു തരാം ഇനിയിപ്പോ ഓർമ്മയില്ലെങ്കിൽ. C2H4, C3H6, C4H8, C5H10. ഇതാണ് ആൽക്കീൻസ് കേട്ടോ. ആൽക്കീൻസിന്റെ സീരീസ് ഇങ്ങനെ വന്നത്. ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സക്സസീവ് ആൽക്കീൻസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കും. C3H6 C2H4 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. 3 കാർബൺ 2 കാർബൺ 6 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? CH2. 2 സക്സസീവ് ആൽക്കീൻസ് തമ്മിലുള്ള ഡിഫറൻസ് CH2 ആണ്. അതാ പറഞ്ഞേക്കണം കേട്ടോ. ചെക്ക് വെദർ എന്ന് പറഞ്ഞേക്കുന്നത് ചെക്ക് ചെയ്തു. അടുത്തത് ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ ക്യാരിങ് എ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് അവിടെ തന്നിട്ടുണ്ട്. Hydrocarbons having triple bond between any two carbon atoms are called alkynes. Triple bond ഉള്ള ഹൈഡ്രോകാർബൺസിന്റെ പേര് ആൽക്കൈൻസ് എന്നാണ്. താഴെ അടുത്ത ടേബിൾ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തേ. ഇവിടെയും ഒരു ട്രിപ്പിൾ ബോണ്ട് മതി കേട്ടോ. ഒറ്റ ട്രിപ്പിൾ ബോണ്ട് മതി, 2 ട്രിപ്പിൾ ബോണ്ട് വേണ്ട. ഏതെങ്കിലും ഒരു കാർബൺ ആറ്റം തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് മതി, എന്നാ ആൽക്കൈൻ ആകും. നേരത്തെ കണ്ട പോലെ തന്നെ. കംപ്ലീറ്റ് ചെയ്തു വന്നു, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. കഴിഞ്ഞല്ലേ? ആദിൽ മുഹമ്മദ് ഫോർത്ത് കോമ്പൗണ്ടിന്റെ കണ്ടിന്യൂസ് ഫോമിൽ എന്ന് പറഞ്ഞേ. CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. വെരി ഗുഡ്. അതിന്റെ മോളിക്കുലർ ഫോർമുലയും കൂടി പറഞ്ഞേ. അതിലെ C4H6. ഇത് വേണമെങ്കിൽ എണ്ണി നോക്കിയിട്ട് എഴുതാം. എണ്ണി നോക്കണ എങ്ങനെയാ? 4 കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കണം. 3 + 2 + 1
6 ഹൈഡ്രജൻ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ജനറൽ ഫോമിൽ യൂസ് ചെയ്യാം. C4 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിന് ട്വൈസ് എടുക്കണം, -2. ഇല്ല, നമുക്ക് രണ്ട് രീതിക്കും ചെയ്യാം അല്ലേ? വേണമെങ്കിൽ എണ്ണയൊക്കെ ചെയ്യാം. എണ്ണയൊക്കെ ചെയ്താലും അല്ലാണ്ട് ചെയ്താലും സെയിം തന്നെ കിട്ടുള്ളൂ. ഇതിന് ട്വൈസ് 8 ആണ്. 4 ട്വൈസ് 8 ആണ്. 8 - 2 6. എന്നാലും C2H6 വരും. ഇനി ഫിഫ്ത്ത് 5 കാർബൺ ആയിട്ടുള്ള കേസിന്റെ സ്ട്രക്ചർ അത് പറയും. Raise of hands. തഫ്സിയ പറഞ്ഞോ. CH പറയും. ഓർഡർ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണം. പറഞ്ഞ ഓർഡർ എന്തായിരുന്നു? ആദ്യം ഫസ്റ്റ് കാർബൺ. ആദ്യം എല്ലാ കാർബണും എഴുതണം. 5 കാർബൺ എഴുതണം. ഇത് ശീലമാക്കിക്കോ, തെറ്റിപ്പോകും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് തെറ്റിപ്പോണെന്ന്. 5 കാർബണേറ്റ് മരിച്ചു. ഇനി പറഞ്ഞു തഫ്സിയ. ട്രിപ്പിൾ ബോണ്ട് എവിടെ കൊടുത്തു? ഫസ്റ്റ് കാർബണേറ്റിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഇനി ബാക്കി എല്ലാ കാർബണേറ്റിലും എന്ത് ബോണ്ട് വരും? അപ്പൊ സിംഗിൾ ബോണ്ട് വരും. ഇനി കംപ്ലീറ്റ് ചെയ്യണം. ഹൈഡ്രജൻ ഫസ്റ്റ് കാർബണേറ്റിൽ എത്ര ഹൈഡ്രജൻ? 1. ഒരു ഹൈഡ്രജൻ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. സെക്കൻഡ് കാർബണേറ്റിലോ 2. സെക്കൻഡ് കാർബണേറ്റം ഈ കാർബണേറ്റം 1 ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും നോക്കിക്കൊന്ന്. ഒരു ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ 3 ബോണ്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് ആയി. പിന്നെ നോക്കണ്ടതില്ല. അടുത്ത കാർബൺ 2 ഹൈഡ്രജൻ. 2. അടുത്തത് 2 ഹൈഡ്രജൻ. അതിലും 2 എണ്ണം. ലാസ്റ്റ് വൺ 3 എണ്ണം. 3 എണ്ണം. ഇതിന്റെ കണ്ടൻസ് ഫോമിൽ കൂടെ പറഞ്ഞു. CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ. ഇനി നമുക്ക് വേറെ ചേഞ്ചസ് വരുത്താം. അടുത്ത ട്രിപ്പിൾ ബോണ്ട് എവിടെ ഇടാൻ വേണമെങ്കിൽ എനിക്ക് വേറെ രീതിക്ക് ആരെങ്കിലും ഉണ്ടോ? എഴുതി ആരെങ്കിലും ഉണ്ടോ? സാർ ഈ H താഴെ ഇല്ലാണ്ട് സൈഡിൽ ഹൈഡ്രജൻ ഇപ്പോഴും ഇടാൻ പാടില്ലേ? ഇടാട്ടോ. അത് എവിടെ വേണമെങ്കിലും ഇടാം. പക്ഷെ അത് ചേഞ്ച് അല്ല കേട്ടോ. ഇവിടെ കൊണ്ടേ ഹൈഡ്രജൻ ഇട്ടെന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ല അത്. ഞാൻ പറഞ്ഞില്ല, ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അവിടെ ഹൈഡ്രജനെ വരച്ചാൽ മതി. ബാലൻസ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ട്രിപ്പിൾ ബോണ്ട് നമുക്ക് മാറ്റാം. ട്രിപ്പിൾ ബോണ്ട് ഇപ്പൊ ഫസ്റ്റ് കാർബണേറ്റിലാണ്. ട്രിപ്പിൾ ബോണ്ട് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം. അതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ രണ്ടാമത്തേൽ ഇടുവാണെങ്കിൽ 5 കാർബണേറ്റം വരും. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. ബാക്കി എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട്. ഇനി അടുത്ത കേസ് ആണെങ്കിൽ 5 കാർബണേറ്റം ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. ഇവിടെ 2, ഇവിടെ ഇത്ര സിംഗിൾ ബോണ്ട്. ഇനി അടുത്ത കേസ് ആണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. ബാക്കി എല്ലാ സ്ഥലത്തും സിംഗിൾ ബോണ്ട് വരും. ഇതിലൊരു കേസ് പറയാം. ഇത് രണ്ടും സെയിം ആണ്. നോക്കിക്കോ, നല്ലേ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാ പോരെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാ പോരെ പിള്ളേർ. നോക്കി 5 കാർബണേറ്റത്തിന്റെ ഈ കാർബണേറ്റത്തിൽ വെച്ച് ഞാൻ ലൈൻ വരച്ചു. സെന്ററിലുള്ള കാർബണേറ്റത്തിൽ ഒരു ലൈൻ വരച്ചു. ഇത് തന്നെയല്ലേ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് നോക്കിയാന്നോ? മിറർ എടുത്ത് നോക്കിയതില്ല. സെയിം തന്നെയല്ലോ എന്നത്. ഇതിലും അങ്ങനെ തന്നെ. സെന്ററിലുള്ള കാർബണേറ്റത്തിൽ ഒരു ലൈൻ വരച്ചു. കണ്ടോ? ഇവിടെ ഫസ്റ്റ് കാർബണേറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു. ഇവിടെയും റൈറ്റ് സൈഡിലെ ഫസ്റ്റ് കാർബണേറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു. 2 കോമ്പൗണ്ടും സെയിം ആണ്.
ചുരുക്കി പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിന് 2 വേരിയേഷനും ഉള്ളു. ഇതും ഇതും. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ടൈമായി. ഇനി ഞാൻ അധികം ടൈം എടുക്കണില്ല. 7:30 7:45 വരെ പോണോ? വേണ്ട. അപ്പോ ഇത് ക്ലിയർ ആയിട്ട് നാളെ പഠിച്ചുകൊണ്ട് വരിക. ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ ഒരു കോമ്പൗണ്ട് പറയാനേ പറയുള്ളൂ. 5 കാർബണായിട്ടുള്ള ഒരു ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് പറയാൻ പറയും. അങ്ങനെ അറിയുള്ളൂ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ആയിട്ട് വരണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, എല്ലാത്തവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir. താങ്ക് യു സർ. Thank you, sir. Thank you, sir. ഓക്കെ.